Hi Kitchen Recipes in Malayalam എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ചോക്ലേറ്റ് എക്ലൈർസ് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ അതേ ടേസ്റ്റിലും എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ഇതിന്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട്. എക്ലൈർസിലോട്ട് നിറയ്ക്കാനുള്ള കസ്റ്റർഡ് ഫില്ലിംഗ് ഏറ്റവും ആദ്യം നമുക്ക് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് നമുക്ക് വേണ്ടത് 4 കോഴിമുട്ടയുടെ യോക്ക് അല്ലെങ്കിൽ 4 കോഴിമുട്ടയുടെ ഉണ്ണിയാണ്. അപ്പോൾ ഉണ്ണി എങ്ങനെയാണ് എളുപ്പത്തിൽ എടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ അങ്ങോട്ട് ക്രാക്ക് ചെയ്തിട്ട് നമ്മുടെ കയ്യിലോട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കയ്യിലിട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒരു അരിപ്പ പോലെയാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത്. ഉണ്ണി മാത്രം നമ്മുടെ കയ്യിലിരിക്കും. എഗ്ഗിൻ്റെ മുട്ടയുടെ വെള്ളം ഇങ്ങനെ താഴോട്ട് വീഴും. എന്നിട്ട് ഈ ഉണ്ണി മാത്രം എടുത്ത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് 4 കോഴിമുട്ടയുടെ ഉണ്ണി എടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ ഏറ്റവും നല്ലത് നല്ല തണുത്ത കോഴിമുട്ട എടുത്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനായിരിക്കും കൂടുതൽ എളുപ്പമായിട്ടിരിക്കുക. കാരണം ആ ഉണ്ണി അങ്ങനെ തന്നെ ഇരിക്കും, വൈറ്റ് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോരും. അപ്പോൾ തണുത്ത കോഴിമുട്ട എടുത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതേപോലെ 4 കോഴിമുട്ടയുടെ ഉണ്ണി മാറ്റി വെച്ച് അതൊന്ന് റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മൾ തണുത്ത കോഴിമുട്ടയാണ് എടുക്കണമെങ്കിൽ അതൊന്ന് റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ 4 കോഴിമുട്ടയുടെ ഉണ്ണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് 1/3 കപ്പ് പഞ്ചസാര ചേർക്കുവാണ്. 1/3 കപ്പ് പഞ്ചസാര നമ്മുടെ മെഷറിംഗ് കപ്പിൽ അളന്നെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചെറിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/3 കപ്പ് തന്നെയാണ് കോൺഫ്ലവറും ചേർക്കുന്നത്. അപ്പോൾ 1/3 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചേർക്കരുത്. കുറേശ്ശെ 2-3 ബാച്ചായി ഇട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ ഭയങ്കര കട്ടകളൊക്കെ വരും. അപ്പോൾ കട്ടകൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിച്ചതിന് ശേഷം അടുത്ത ബാച്ച് ചേർക്കേണ്ടത്. അപ്പോൾ മൊത്തത്തിൽ 1/3 കപ്പ് കോൺ സ്റ്റാർച്ച് അല്ലെങ്കിൽ കോൺഫ്ലവർ ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനൊരു സോസ് പാനിലോട്ട് 2 കപ്പ് പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫുൾ ഫാറ്റ് പാലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പാലൊന്ന് ചൂടായി വരണം. ചൂടെന്ന് പറയുന്നത് ഒരുപാട് അങ്ങോട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് നമ്മുടെ കൈ ഒന്ന് ടച്ച് ചെയ്യാൻ പറ്റുന്ന, തൊടാൻ പറ്റുന്ന അത്രയും ആ ഒരു രീതിയിലുള്ള ചൂട് മതി. ഈ പാലിന് വളരെ നേരിയൊരു ചൂടേ ഉള്ളൂ കേട്ടോ. കാരണം ഒരുപാട് തിളച്ച ചൂടാണെങ്കിൽ നമ്മൾ ഈ എഗ് മിക്സിലോട്ട് ചേർക്കാൻ പോവുകയാണ്. ചേർക്കുമ്പോൾ അത് അങ്ങോട്ട് കുക്കായി പോകും. ഒരിക്കലും അത് കുക്കായി പോകരുത്. അപ്പോൾ ഇനി ഞാൻ ഇതിലോട്ട് 5 ടേബിൾ സ്പൂൺ പാല്, ആ നേരിയ ചൂട് പാല് നമുക്കിതിലോട്ട് ചേർക്കണം. പക്ഷെ ഒറ്റയടിക്ക് ചേർക്കരുത്. ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർക്കാം. എന്നിട്ട് സ്പീഡിൽ അങ്ങോട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിച്ചെടുക്കുക. പിന്നെ നമുക്കിതിലോട്ട് വീണ്ടും അടുത്ത 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ 5 പ്രാവശ്യമായിട്ട് 5 ടേബിൾ സ്പൂൺ ഇതേപോലത്തെ ഇളം ചൂട് പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. യാതൊരു കാരണവശാലും എല്ലാം കൂടെ ഒരുമിച്ചിടരുത്. അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞോണം ഈ മുട്ടയെല്ലാം അങ്ങോട്ട് കുക്കായി പോവും. അപ്പോൾ നമുക്ക് കസ്റ്റർഡ് പോലത്തെ ഒരു ടെക്സ്ചർ കിട്ടില്ല, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ 5 ടേബിൾ സ്പൂൺ ഇളം ചൂട് പാല് കുറേശ്ശെ 5 പ്രാവശ്യമായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ അത് ഏകദേശം ഒരു സെമി തിക്ക്, ഒരു സെമി ലൂസ് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഈ ഒരു മിക്സ് എടുത്ത് ബാക്കിയുള്ള പാലിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ ഫ്ലെയിമിലൊന്നും അല്ലാട്ടോ വെച്ചേക്കുന്നത്. സാധാരണ നമ്മുടെ കൗണ്ടറിലാണ്, കിച്ചൺ കൗണ്ടറിലാണ് ഞാൻ നമ്മുടെ സോസ് പാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഈ ഒരു കസ്റ്റർഡ് മിക്സ് ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് കൊടുക്കുമ്പോൾ അതേ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് ഇളക്കുക കേട്ടോ. ഒരുപാട് ഇളക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിലും അത് ചിലപ്പോൾ അത് അങ്ങോട്ട് കുക്കായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറേ പേര് വിചാരിക്കും എന്ന് ഇതേപോലെ തന്നെ ആദ്യം ചെയ്താൽ പോരെ, കുറേശ്ശെ പാൽ എന്തിനാ ഒഴിക്കണേന്ന്. പക്ഷെ ആ ഒരു സ്റ്റെപ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി പാലിലോട്ട് ചേർക്കുമ്പോഴും ഈ മുട്ട ചിലപ്പോൾ വെന്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ 5 ടേബിൾ സ്പൂൺ പാല് 5 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സോസ് പാനിലോട്ട് ആ ഒരു കസ്റ്റർഡ് എടുത്ത് ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോഴും ഒഴിക്കുമ്പോൾ നന്നായിട്ട് ഇതേപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ലൂസ് മിക്സ്ചർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഒന്നും തന്നെ കുക്കായിട്ടില്ല, പിരിഞ്ഞിട്ടില്ല, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. നല്ല കറക്റ്റായിട്ട് പാല് പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതെടുത്ത് അടുപ്പത്ത് വെച്ച് നമ്മളിത് കുറുക്കിയെടുക്കാൻ പോവാണ്.
അപ്പോൾ ഞാനിപ്പം ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കാണ്ട് എവിടെയും വേറെ ജോലിക്കൊന്നും പോയേക്കരുത് ഈ സമയത്ത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അടി പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആക്കി ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മൾ ചില റെസിപ്പീസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഇതേപോലെ പാലിലോട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാൻ പറയുന്നുണ്ട്. അതൊരു നല്ലൊരു പോയിന്റാണ്. കാരണം നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ അത് എങ്ങാനും പിരിഞ്ഞു പോവോ അല്ലെങ്കിൽ കുക്കായി പോയിട്ടും ഉണ്ടെങ്കിൽ ആ കഷ്ണങ്ങൾ ഇതിൽ കിടക്കും. അപ്പോൾ അങ്ങനെ കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ സോസ് പാനിലിട്ടിട്ട് വീണ്ടും കുറുക്കിയെടുക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ഇപ്രാവശ്യം ചെയ്തില്ല. കാരണം എൻ്റേത് ഒരു അങ്ങനെ കുക്കായിട്ടില്ല, പിരിഞ്ഞിട്ടില്ല, ഒന്നും മറിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ്ലി ഇങ്ങനെ ചെയ്യുവാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ, സപ്പോസ് നിങ്ങളുടെ കയ്യിൽ കുറച്ച് പിരിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ കുറച്ച് കുക്കായിട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ സാധാരണ ഒരു അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ കുറച്ചും കൂടെ മധുരം വേണ്ടി വരും. കാരണം ഈ നമ്മളിപ്പോൾ ഇട്ട് മിക്സ് ചെയ്താലും ആദ്യമേ മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള പഞ്ചസാര മുഴുവനായിട്ട് അലിഞ്ഞു കാണില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങാനും അരിക്കുവാണെങ്കിൽ തന്നെ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ആകട്ടെ, ഒരു മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് നല്ല തിക്ക് കസ്റ്റേർഡ് പരുവാവണ വരെ അങ്ങോട്ട് കുറുക്കിയെടുക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു 2 ടീസ്പൂൺ വെനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. അങ്ങനെ ഇളക്കിയെടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. കസ്റ്റർഡ് എടുത്ത് വേറൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കിതിലോട്ട് 3 ടീസ്പൂൺ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ നേരി ചൂടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യുമ്പോൾ ആ ബട്ടറെല്ലാം ഉരുക്കി നന്നായിട്ട് മെൽറ്റായിട്ട് യോജിച്ച് കിട്ടും. അപ്പോൾ ഈ ബട്ടർ ചേർക്കുമ്പോഴത്തേക്ക് കസ്റ്റർഡിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. പ്രത്യേക ഒരു സ്മെല്ലും പ്രത്യേക ഒരു രുചിയാണ് ഇതിന് കിട്ടുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ടത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്രീമി കസ്റ്റർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കസ്റ്റർഡ് നമുക്ക് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം നമുക്ക് ഫില്ലിങ്ങിനായിട്ട് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അന്ന് തന്നെ ഉപയോഗിക്കേണ്ട, പിറ്റേ ദിവസത്തേക്ക് മതിയെങ്കിൽ ഇതേപോലെ നന്നായിട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിലല്ല കേട്ടോ വെക്കേണ്ടത്, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. എന്നിട്ട് പിറ്റേ ദിവസം എടുത്ത് നമുക്ക് അതിൻ്റെ തണുപ്പ് കുറച്ച് മാറി ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കത് ഫില്ലിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ ഒരു കസ്റ്റർഡ് നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട് സാലഡ് പോലെ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് ഫ്രൂട്ട്സ് സിറപ്പിലിട്ട് ഉണ്ടാക്കി ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് നമുക്ക് ഫ്രൂട്ട് സാലഡ് പോലെ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പൈ അല്ലെങ്കിൽ ടാർട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ഫില്ലിംഗ് ആയിട്ട് എടുക്കാം. അങ്ങനെ ഈ ഒരു കസ്റ്റർഡ് നമുക്ക് പല പല സംഭവങ്ങൾക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഒരു സോസ് പാനിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ സാധാരണ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലോട്ട് 113 ഗ്രാം ബട്ടർ ചേർക്കാൻ പോവാണ്. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചേർക്കുമ്പോൾ ഈ ബട്ടർ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. നമ്മൾ ചേർത്തിട്ടുള്ള ഉപ്പും പഞ്ചസാരയും ബട്ടറും വെള്ളവും കൂടെ നന്നായിട്ട് ഒന്ന് മെൽറ്റായി യോജിച്ച് വരണം. ഇപ്പോൾ ബട്ടറെല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഫ്ലെയിം ഒരു മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാനായിട്ട്. ഞാനിതിലോട്ട് 1 കപ്പ് മൈദയും ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമ്മൾ ഫ്ലെയിം ഏറ്റവും ലോയിലാക്കി വെക്കണം കേട്ടോ. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടി പിടിക്കും, പെട്ടെന്ന് കുറുകിപ്പോവും. എന്തായാലും ഇത് പെട്ടെന്ന് കുറുകി വരും, കാരണം നമ്മൾ മൈദയൊക്കെയല്ലേ ചേർത്തിട്ടുള്ളത്. പക്ഷെ എന്നാലും മാക്സിമം സമയം എടുത്ത് ചെയ്യുന്നതാണ് നമ്മളുടെ ഈ ഒരു പേസ്ട്രിക്ക് നല്ലത്. കാരണം നമ്മളിത് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പെർഫെക്റ്റ് ടെക്സ്ചർ കിട്ടാനും ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാനും മാക്സിമം നേരെ ഇട്ട് ഇതേപോലെ അങ്ങനെ ഇളക്കിയെടുക്കാം. മാക്സിമം എന്ന് പറയുമ്പോൾ മണിക്കൂറുകളോടൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഒരു 5-6 മിനിറ്റെങ്കിലും ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതേപോലെ അങ്ങോട്ട് ഇളക്കിയെടുക്കാം. അങ്ങനെ ഇളക്കി ഇത് പെട്ടെന്ന് തന്നെ ഒരു ഒറ്റ ഡോ പോലെ കണ്ടില്ലേ, ഇതേപോലെ ഒരു കുഴയ്ക്കും, നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ, പക്ഷെ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും. ഇതേപോലെ അങ്ങോട്ട് വരും. ഇങ്ങനെ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂട് മുഴുവനായിട്ട് മാറേണ്ട ആവശ്യമില്ല, എന്നാൽ ഒരുപാട് ചൂടും പാടില്ല. ഒരു നേരിയൊരു ചൂടിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് തണുക്കാനാക്കി മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പേസ്ട്രി ഡോ ചൂടെല്ലാം ആറിയിട്ടുണ്ട്. ഒരു നേരിയ ചൂടേ ഉള്ളൂ. ഒരുപാട് ചൂടുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ കോഴിമുട്ടയെല്ലാം ചേർക്കാൻ പോവാണ്. അപ്പോൾ ചൂട് കൂടുതലുണ്ടെങ്കിൽ ഈ കോഴിമുട്ട ചേർക്കുമ്പോഴത്തേക്കും അത് വെന്ത് പോകും.
അപ്പം അങ്ങനെ വേവാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഏറ്റവും നേരിയ ചൂടിൽ വേണം നമ്മുടെ പേസ്ട്രി ഡോ ഇരിക്കാനായിട്ട്. ഇനി നമുക്കിതിലോട്ട് 4 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. അപ്പം 4 എണ്ണവും ഒറ്റയടിക്ക് ചേർക്കരുത്, ഓരോന്ന് മിക്സ് ചെയ്ത് വേണം ചേർക്കാനായിട്ട്. അപ്പം ആദ്യം നമ്മൾ ഒരെണ്ണം ചേർക്കാം, എന്നിട്ട് നമുക്ക് ഒരു സ്പാറ്റുലയോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ അതിങ്ങനെ പിരിഞ്ഞു പോകണം അല്ലെങ്കിൽ വിട്ട് പോകണമെന്നോ ഒക്കെ നമുക്ക് തോന്നും. പക്ഷെ അത് കുഴപ്പമില്ല. 1-2 മിനിറ്റിനുള്ളിൽ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് വീണ്ടും ഒരൊറ്റ ഇങ്ങനെ ഒരുമിച്ചൊരു ഡോ പോലെ തന്നെ വരും, ഒരു ലൂസ് ഡോ പോലെ വരും. അങ്ങനെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. അങ്ങനെ വന്നതിന് ശേഷം വേണം നിങ്ങൾ അടുത്ത കോഴിമുട്ട ചേർക്കാനായിട്ട്. വീണ്ടും നിങ്ങൾ മിക്സ് ചെയ്യുക, വീണ്ടും അങ്ങനെ ഒരുമിച്ച് ഒരു നല്ലൊരു ക്രീമി ഡോ ആയതിന് ശേഷം അടുത്തത് ചേർക്കാം. അതുപോലെ 4 പ്രാവശ്യമായിട്ട് വേണം കോഴിമുട്ട ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ചേർക്കുന്ന കോഴിമുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതായത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉടനെ തന്നെ ചേർക്കരുത്. തണുത്ത കോഴിമുട്ട യാതൊരു കാരണവശാലും ചേർക്കരുത്. അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പേസ്ട്രി നമ്മൾ ബേക്ക് ചെയ്യുവാണല്ലോ, അപ്പോൾ ബേക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ടെക്സ്ചറൊന്നും അത്രയ്ക്ക് നന്നായിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള കോഴിമുട്ട തന്നെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ 4 മുട്ടയും ചേർത്തതിന് ശേഷം ഇതേപോലെ ഇരിക്കും, നല്ല ക്രീമി പരുവായിട്ടിരിക്കും. കണ്ടില്ലേ, നല്ല ലൂസായിട്ടുള്ളൊരു ടെക്സ്ചറാണ്. ഇനി നമ്മളിത് പൈപ്പ് ചെയ്ത് നമ്മൾ ബേക്കിംഗ് ഷീറ്റിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്യുന്നത്. ഈ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് വണ്ണമുള്ള ഒരു സ്റ്റാർ നോസലാണ് എടുക്കുന്നത്. ഈ സ്റ്റാർ നോസൽ തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ, റൗണ്ട് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതേപോലെ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഗ്ലാസ്സിലോട്ട് വെച്ച് കൊടുത്ത് സൈഡ് ഇതുപോലെ അങ്ങോട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് ഫില്ലിംഗ് നിറയ്ക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും, അങ്ങനെ മെസ്സി ആയിട്ടിരിക്കില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പേസ്ട്രി ഫില്ലിംഗ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പതുക്കെ നമുക്കൊരു സ്പൂണും സ്പാറ്റുലയുടെ ഹെൽപ്പ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യം പോലെ നിറച്ച് തന്നെ ഫില്ല് ചെയ്യണമായിരിക്കും നല്ലത്. അങ്ങനെ നിറച്ചും ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിത് പുറത്തെടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്യാം. ഈ ഒരു രീതിയിൽ അങ്ങനെ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അറ്റത്തുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, അത് നമുക്കൊരു സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ പൈപ്പിങ്ങിനായിട്ടുള്ള പൈപ്പിംഗ് ബാഗ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലത്തെ ബേക്കിംഗ് ഷീറ്റ് നമുക്ക് ഒരു ബേക്കിംഗ് ട്രേയിൽ വിരിച്ചതിന് ശേഷം നമുക്ക് നീളത്തിൽ ഇതേപോലെ അങ്ങോട്ട് പൈപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലും വേണമെങ്കിലും ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ പ്രോഫിറ്റ് റോൾസ് എന്നും പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ബേക്കറിയിലൊക്കെ. അപ്പോൾ അത് ഇതേ സെയിം ഡോ തന്നെയാണ്, പക്ഷെ റൗണ്ട് ഷേപ്പിലാണ് ചെയ്യണതെന്ന് മാത്രം. അപ്പം ഇപ്പം നമ്മൾ എക്ലേഴ്സ് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ നീളം ഷേപ്പിൽ നമ്മൾ ചെയ്യണത്. ഇനി ബേക്ക് ചെയ്ത് കഴിയുമ്പം നല്ലൊരു ഗോൾഡൻ കളർ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മുട്ട ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഇതേപോലെ അങ്ങോട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ എക്ലെയറിൻ്റെ മുകളിലും നന്നായിട്ടൊരു പേസ്ട്രി ബ്രഷ് വെച്ചിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കുനുപ്പുണ്ടല്ലോ, നമ്മൾ ആ പൈപ്പ് ഇതേപ്പെടുത്തത് അതിനൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം അത് മാത്രമായിട്ട് മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഭാഗം മാത്രം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ പൈപ്പ് ചെയ്തതിന് അത്രയ്ക്ക് നല്ല ഷേപ്പ് ഇല്ലെങ്കിലും ഈ ബ്രഷ് വെച്ചിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി നമുക്ക് വേണമെങ്കിൽ ഷേപ്പൊക്കെ വരുത്താൻ പറ്റും കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഓവൻ ഒരു 185ഉം 190 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഇടയ്ക്ക് പ്രീ ഹീറ്റ് ചെയ്യാനാക്കി വെക്കണം. ഓക്കെ, ഒരു 10 മിനിറ്റെങ്കിലും പ്രീ ഹീറ്റ് ചെയ്യാനാക്കി വെക്കണം. അങ്ങനെ 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതേപോലെ നമ്മൾ എഗ്ഗ് വെച്ചിട്ട് എല്ലാം നന്നായിട്ട് ബ്രഷ് ചെയ്ത് ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബേക്കിംഗ് ടൈം 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇടയ്ക്കിടയ്ക്ക് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കരുത്. പുറത്തുനിന്ന് നോക്കുക, അത്യാവശ്യം ബ്രൗണായി വരുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത്. അങ്ങനെ തുറന്ന് നോക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഒരു 25 മിനിറ്റൊക്കെ ആകുമ്പോൾ തുറന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കരിയണ്ടോന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് അങ്ങോട്ട് മുരിഞ്ഞു പോകണമെന്ന് തോന്നുവാണെങ്കിൽ ഓഫ് ചെയ്തോളൂ, കുഴപ്പമില്ല. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറക്കുവാണെങ്കിൽ ഇതങ്ങോട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതങ്ങനെ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ റൈസായി വരും, ഇങ്ങനെ പൊന്തി വരുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങോട്ട് താഴ്ന്നു പോകും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടെക്സ്ചർ കിട്ടില്ല. അങ്ങനെ 25 മിനിറ്റിന് ശേഷമാണ് ഞാൻ നമ്മുടെ എക്ലേഴ്സ് എല്ലാം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ശരിക്കും ഒരു പേപ്പർ വെയിറ്റ് പോലെയാണ്. എന്താ പറയുക, ഭയങ്കര ലൈറ്റാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ചെയ്യുന്ന എക്ലെയർ എന്ന് വെച്ചാൽ ഇതേപോലെ ഇരിക്കും. ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞൊരു പോക്കറ്റ് പോലെയാണ്, ഇങ്ങനെ കേക്ക് പോലത്തെ ഒരു ടെക്സ്ചർ അല്ല,
പുറത്തൊരു ക്രിസ്പി ഷെല്ലും അകത്തൊരു എന്താ പറയുക ഒരു ഗ്യാപ്പ് പോലെയാണ്, മനസ്സിലായോ? അപ്പോൾ ഇത് നന്നായിട്ട് തണുക്കാനാക്കി മാറ്റി വെക്കണം. ഇനി തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലോട്ട് ഫില്ലിംഗ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള എക്ലൈർസ് നന്നായിട്ട് തണുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ ഈ കസ്റ്റർഡ്, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റർഡ് ഫില്ലിംഗ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ഏറ്റവും ചെറിയ നോസിൽസ് എടുക്കുക. അതിട്ടിട്ട് നമുക്ക് നമ്മുടെ പൈപ്പിംഗ് ബാഗിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ കസ്റ്റർഡ് നമുക്ക് ഈ പൈപ്പിംഗ് ബാഗിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. നേരത്തെ കാണിച്ചത് ആ പാർച്ച്മെൻറ്റ് പേപ്പറിൻ്റെ ഒരു പൈപ്പിംഗ് ബാഗാണ്, പക്ഷെ അതെനിക്ക് അത്രയ്ക്കും വർക്ക് ചെയ്തില്ല. ഞാൻ സാധാരണ പൈപ്പിംഗ് ബാഗിലോട്ട് തന്നെ ഞാൻ ഈ കസ്റ്റേർഡ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ചുകൊണ്ട് തന്നെ ഇത് ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇനി ഇതിലോട്ട് ഫില്ല് ചെയ്യാം. ഈ ഫില്ല് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ എക്ലെയറിൻ്റെ അറ്റത്ത് ഇതേപോലെ പൈപ്പിംഗ് ബാഗ് വെച്ച് ജസ്റ്റ് ഒന്ന് ഈ കസ്റ്റേർഡ് അങ്ങോട്ട് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഫീൽ ചെയ്യും കേട്ടോ ഇതിൻ്റെ വെയിറ്റ് കൂടുന്നത്, കാരണം അതിൻ്റെ ഉള്ളിലോട്ട് കസ്റ്റർഡ് ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗും ഇല്ല, നോസിൽസും ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇതേപോലെ ഒരു ചെറിയ നൈഫ് എടുത്തിട്ട് നടുക്കുന്ന ഓരോ എക്ലെയർ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് കസ്റ്റേർഡ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ കസ്റ്റേർഡിൻ്റെ കൂടെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് വിപ്ഡ് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് ഫില്ല് ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ കസ്റ്റേർഡ് മാത്രമാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ എക്ലെയർ ഡിപ്പ് ചെയ്യാനുള്ള ചോക്ലേറ്റ് ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു സോസ് പാനിലോട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടെന്ന് പറയുന്നത് സൈഡിൽ നിന്നൊക്കെ ചെറിയ ചെറിയ കുമിളകൾ ഇങ്ങനെ വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് ഒരു 1/4 കപ്പ് മിൽക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ചെറുതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഈ ചോക്ലേറ്റ് എല്ലാം നന്നായിട്ട് മെൽറ്റായി വരും. അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ നല്ല ഫുള്ളി മെൽറ്റായി കിട്ടും, നല്ലൊരു ഗനാഷായിട്ട് ഫോം ചെയ്യൂട്ടത്. ഇതേപോലെയാണ്. അപ്പം ഇതേപോലെ വരുന്നു. ജസ്റ്റ് സാധാരണ സ്പൂൺ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക, ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തിട്ട്. അപ്പോൾ ഇതേപോലെ ഒരു നേരിയ ചൂടിൽ തന്നെ ഇരിക്കണം കേട്ടോ നമ്മൾ ഇത് ഡിപ്പ് ചെയ്യാൻ നേരം. കാരണം നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് തണുക്കാനാക്കി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് ഡിപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം കുറച്ച് കട്ട കൂടി ഇരിക്കും. അപ്പോൾ കട്ട കൂടി ഇരിക്കാണ്ട് ഇതേപോലെ നേരിയൊരു ചൂടിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഓരോ എക്ലെയർ, നമ്മൾ കസ്റ്റർഡ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്ന ഓരോ എക്ലെയറും ഇതേപോലെ അങ്ങ് ഡിപ്പ് ചെയ്ത് എടുക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ ചോക്ലേറ്റ് എക്ലെയർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ എക്ലെയർ ഇതേപോലെ നടുക്കുന്ന കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഫില്ലിംഗ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, ആ ഫില്ലിംഗ് ഇരിക്കുന്ന കാണുന്നത് തന്നെ എന്തൊരു ഭംഗിയാണ്. ഇത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ വല്ല ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണ് ഇത് ഉണ്ടാക്കണമെങ്കിൽ അവർ വന്ന് കഴിഞ്ഞിട്ട് വേണം ഇത് ഫില്ല് ചെയ്യാനും ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യാനും. കാരണം ഒരുപാട് നേരം ഇതിൽ ഫില്ലിംഗ് വെച്ചിട്ട് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് കുറച്ച് സോഫ്റ്റ് ആയി പോകും. കഴിക്കുമ്പോൾ ചെറുതായിട്ടൊരു ക്രിസ്പിനെസ് ഉണ്ടെങ്കിലായിരിക്കും ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. കുറച്ച് ലെങ്തി പ്രോസസ്സാണ്, പക്ഷേ എന്ന് പറഞ്ഞ ഇത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഈ കസ്റ്റേർഡ് ഫില്ലിംഗ് എല്ലാം നമുക്ക് തലേ ദിവസം രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും പിറ്റേ ദിവസം മാത്രം ബേക്കിങ്ങും ആ ചോക്ലേറ്റും മാത്രം റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പീഡിൽ തന്നെ നമുക്ക് ഈ ചോക്ലേറ്റ് എക്ലെയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ശരിക്കും നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് ഇതേപോലെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.